ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ നിങ്ങളിലേക്ക് ഓരോ ദിവസവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ എത്തിക്കാറുണ്ട്. അത് ഏത് മേഖലയായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, നിയമനങ്ങളായിക്കോട്ടെ, പ്രത്യേക അവാർഡുകളായിക്കോട്ടെ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവ വികാസങ്ങളായിക്കോട്ടെ, എല്ലാ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്വരാജ് അവാർഡുകളാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന, അവരുടെ പ്രവർത്തന മികവിന് നൽകുന്ന ഒരു പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. പലപ്പോഴും സ്വരാജ് ട്രോഫിയെ കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പുരസ്കാരമാണ് ആർദ്രം പുരസ്കാരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നമുക്ക് PSC പരീക്ഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് സ്വരാജ് അവാർഡുകൾ റീസെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ച 2023-24 കലണ്ടർ വർഷത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 25-ലാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. 23-24 ആ ഒരു പീരീഡിലെ അവാർഡുകൾ 25-ലാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2022-23 വർഷത്തിലെ സ്വരാജ് അവാർഡുകളെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ലെവൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിലും, അത് +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽസ് എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണിത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുമല്ലോ. എന്തായാലും നമുക്ക് 2023-24 കലണ്ടർ വർഷത്തിലെ സ്വരാജ് പുരസ്കാരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ അത് മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മികച്ച ഗ്രാമപഞ്ചായത്ത്, മികച്ച കോർപ്പറേഷൻ, മികച്ച നഗരസഭ എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകുക. ഓരോ മേഖലകളിലും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ് ലഭിച്ചത് നമുക്ക് നോക്കാം. ആദ്യം മികച്ച ജില്ലാ പഞ്ചായത്ത്. 14 ജില്ലാ പഞ്ചായത്തുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുവാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കഴിഞ്ഞ വർഷവും മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് സ്വരാജ് ട്രോഫിക്ക് അർഹരായിരുന്നു. അതുപോലെ തന്നെ 2023-24 വർഷത്തിലും അവർക്ക് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിക്കുകയാണ്. സോ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. കഴിഞ്ഞ തവണ 3 ബ്ലോക്ക് പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ്. കോട്ടയം ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ എന്ന് പറയുന്നത്. ആ വെളിയന്നൂരിനാണ് 2023-24 വർഷത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിക്കുന്നത്. മികച്ച കോർപ്പറേഷൻ, സംസ്ഥാനത്ത് ആകെ 6 കോർപ്പറേഷനുകളാണുള്ളത്. അതിൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണയും തിരുവനന്തപുരം കോർപ്പറേഷനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതേതാണ്? ഗുരുവായൂർ, തൃശ്ശൂർ ജില്ലയിലെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഗുരുവായൂരിനാണ് അവാർഡ് ലഭിച്ചത്. കഴിഞ്ഞ തവണയും ഗുരുവായൂർ തന്നെയായിരുന്നു ജേതാക്കൾ. അപ്പോൾ പെരുമ്പടപ്പിന് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം. മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും. മികച്ച നഗരസഭ ഏതാണ്? ഗുരുവായൂർ നഗരസഭയാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ഇനി സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരമാണ്. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന തലത്തിൽ നൽകുന്ന മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം. ഈ സ്വരാജ് ട്രോഫിയുടെ കൂടെ പ്രഖ്യാപിക്കുന്ന ഒരു പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരമാണ്. ഇനി കഴിഞ്ഞ വർഷം, അതായത് ഇതിന് തൊട്ട് മുൻപുള്ള അവാർഡ് 2022-23 സമയത്തിലെ പ്രധാനപ്പെട്ട സ്വരാജ് ട്രോഫിയാണ്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ തിരുവനന്തപുരമായിരുന്നു. ഇത്തവണ ഏതാണ്? കൊല്ലമാണ്. ഇത്തവണ അത് കൊല്ലമാണ്. എന്നാൽ കഴിഞ്ഞ തവണ 2022-23 മികച്ച ജില്ലാ പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്തുകളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? തിരുവനന്തപുരമായിരുന്നു.
കഴിഞ്ഞ തവണ. ഇത്തവണ അത് കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ബ്ലോക്ക് പഞ്ചായത്തിനാണ് കഴിഞ്ഞ തവണ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഒന്ന് നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ, മറ്റൊന്ന് ഇത്തവണത്തെ വിജേതാക്കളായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, പിന്നെ കോട്ടയം ജില്ലയിലെ വൈക്കം. 3 സ്ഥലങ്ങളായിരുന്നു: നീലേശ്വരം കാസർഗോഡ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. ഇത്തവണയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിന് മാത്രമാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പയാണ്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് വലിയ പറമ്പ. ഇത്തവണ വെള്ളിയന്നൂരിന് അല്ലെ, വെളിയന്നൂർ കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ എന്ന് പറയുന്നത്. മികച്ച മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണയും ഇത്തവണയും തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. മികച്ച കോർപ്പറേഷൻ എന്താണ്? കഴിഞ്ഞ തവണയും ഇത്തവണയും തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ ചില പുരസ്കാരങ്ങൾ കഴിഞ്ഞ തവണയും ഇത്തവണയും ഒരേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ 2ാം സ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കാറ്റഗറിയിലും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന കാറ്റഗറിയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഉണ്ട്. ഓരോ സ്ഥാനങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് അവാർഡ് തുകയിൽ മാറ്റം വരും. അപ്പോൾ അതൊന്നും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ കാറ്റഗറികളിലും ആർക്കാണ് ലഭിച്ചതെന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്നത് കണക്ട് ചെയ്യുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ അല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2023-24 അതുപോലെ 2022-23 വർഷത്തിലെയും പ്രധാനപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും ഓൾറെഡി അഡ്മിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിരന്തരം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആ ഒരു ബാച്ച് ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഈ ഒരു എക്സാമിലേക്ക് പഠിക്കുക. ഓക്കെ ആണല്ലോ? സ്പെഷ്യൽ മെന്റർഷിപ്പ്, റെക്കോർഡ് ക്ലാസ്സസ്, ബേസിലുള്ള റിവ്യൂ ക്ലാസ്സുകൾ ഇതെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. കറണ്ട് അഫയേഴ്സ് പോലെ ഓരോ സബ്ജക്റ്റുകളും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.